പോയി. ഓള് 100 വട്ടം ഈ റോഡിലെ പോയാലും ഇങ്ങോട്ട് നോക്കയില്ല. ഇന്ദിര നുണയറിയാൻ. നിങ്ങളെ മോക്ക് ഒരു ഇനി കുറവല്ലേ A+. നുണയറിയാൻ വേണ്ടി വന്നത്. അല്ലാണ്ട് ഇപ്പൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് കിടി 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 നാക്കേണ്ട ആവശ്യമുണ്ടാ? ഓ ഇനി എങ്ങനെ ദൈവമേ പുറത്തിറങ്ങണ്ട്. വായനശാലയിൽ സമ്മാനം കിട്ടുന്നത് മുഴുവൻ തോറ്റവർക്കും കിട്ടും. ഇപ്പൊ പഠിപ്പൊന്നല്ല കാര്യം. അത് നമ്മളെ കാലത്ത് 210 വാങ്ങിയതിന് തന്നെയാണ് അഭിമാനം. അല്ലാണ്ട് ഈ A+ കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ബുദ്ധിയും വിവരവും സംസ്കാരവും എല്ലാം മക്കളെ വളർത്തുന്നതല്ലാന്ന്. മുഴുവൻ A+ കിട്ടിയല്ലായ ഇപ്പൊ നമുക്ക് നാണക്കേട്. കട്ടാലും വേണ്ടിയില്ല, പിന്നെ കഞ്ചാവ് വലിച്ചാലും വേണ്ടിയില്ല, പെണ്ണ് പിടിച്ചാലും വേണ്ടിയില്ല, ഫുൾ A+ വരെ മക്കളെയും കൊണ്ട് എല്ലാവരും പുറത്തിറങ്ങി നടക്കും. എൻ്റെ പിന്നെ മോള് ഡീസൻ്റാണ്. പക്ഷെ എനിക്കിനി പുറത്തിറങ്ങാനാവില്ല. ഞാൻ എവിടെയും പോകില്ല. അവളോട് വായിക്ക് സ്വൈര്യമുണ്ടായിട്ട് ഒരു കൊല്ലം ഇതാ ഇനി പുറത്തിറങ്ങലില്ല. എവിടെ അഡ്മിഷൻ കിട്ടുക? ഇനിയിപ്പം എന്തെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് പിന്നെ ഓരോ വർഷം 10 ലക്ഷം അടക്കുന്ന എന്തിനും കൊണ്ട് ചേർക്കേണ്ടി വരും. അവസാനത്തെല്ലാം പുറത്തിറങ്ങിയ ആളെ കൊല്ലും. ഉള്ളിൽ കത്രിക വെച്ച് മറക്കും. പോയോ അടി എടെങ്കിൽ നിന്ന് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല നോണിച്ച്. ഇതിനെ ഇന്ന് പേര് ഇങ്ങോട്ട് വന്നിട്ടല്ലോ. കണ്ട ചിരിക്കും. ഒക്കെ ഭയങ്കര ഹെഡ് വെയിറ്റ് ആണ്. നമ്മളെന്താ പറഞ്ഞേനാ? ചിലപ്പോൾ ഓളെ മോനെല്ലാം ഉണ്ടാവും. അതാണ്. ഞാൻ ആരോട് എത്ര A+ എന്നൊന്നും ചോദിക്കാനൊന്നും പോയിട്ടില്ല. അതെല്ലാം പണ്ട് കഴിഞ്ഞു. ശരിക്കുള്ള തോക്കലും SLCൻ്റെയും 7ാം ക്ലാസ്സിൻ്റെയും 4ാം ക്ലാസ്. എൻ്റെ അമ്മേ, ആ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ഉണ്ടൊരവസ്ഥ. എന്നിട്ടോ എല്ലാം ജയിച്ച കുഞ്ഞുങ്ങളെ മുന്നൊന്നും ജയിക്കാത്തവരൊരവസ്ഥയും ജയിച്ചവരെ ഭയങ്കര ഹെഡ് വെയിറ്റും. അതല്ല ഒരു 80 കിഡ്സിനാണ് ആ ഭാഗ്യമെല്ലാം കഴിഞ്ഞു. ഇപ്പം ഇതാ ഈ നുണ, മയക്കുമരുന്നും കള്ളുകൂടി, പ്രേമവും ഒളിച്ചോട്ടും. A+. സംസ്കാരം വിവരം ഇല്ലാണ്ട് എന്തിനാ A+? അത് പറഞ്ഞിട്ട് ഇപ്പം എനിക്ക് നാണക്കേടില്ലേ? ഞാൻ ഈ ഒരു പ്രശ്നം അറിഞ്ഞിട്ടാണ് ഈ ഒരു കൊല്ലം നിന്റെ ബാക്കിൽ നടന്നതിന് വാദിക്കം വരുന്നു. നീ ആരെങ്കിലും കണ്ടിട്ട് എൻ്റെ ഒപ്പം ഒരു പ്ലസ് ഇട്ടോ, അത് നല്ലത്. എനിക്ക് നാണക്കേടുണ്ട്. നിന്റെ സ്വഭാവം നല്ലതായിട്ടൊന്നും കാര്യമില്ല മോളെ. ആ നന്നാവലൊന്നും ഇപ്പോൾ ഇവിടെ പബ്ലിക്കിന് വിഷയമല്ല. ഫുൾ A+ ഉണ്ടാ? വെയിറ്റ് ഉണ്ട്. എൻ്റെ മോൾക്ക് ഫുൾ A+ എന്ന് ഞാനും പറയട്ടെ. ഞാനിനി പുറത്തിറങ്ങുന്നില്ല. പാല് വാങ്ങാനും നിങ്ങൾ പോയിക്കോ, പീടികയിലും നിങ്ങൾ പോയിക്കോ, എല്ലാറ്റിനും നിങ്ങൾ പോയിക്കോ. ഞാൻ പോയി. ഇപ്പം തന്നെ എത്ര ആളാ മെസ്സേജ് അയക്കുന്നത്, എത്ര ആളാ ഫോൺ വിളിക്കുന്നത്. ഇതുവരെ കണ്ടിട്ട് വിളിക്കാത്തവരും മിണ്ടാത്തവരും. മോളെന്തുണ്ട് എല്ലാം A+ ഉണ്ട്. കേൾക്കുമ്പോൾ ഛർദ്ദിക്കാൻ പറ്റും. അങ്ങനെ പോകില്ല. മെഡിസിൻ അഡ്മിഷൻ കിട്ടിയാൽ ഞാൻ പുറത്തിറങ്ങില്ല. ഇറങ്ങില്ല. പല്ലിൻ്റെ ഡോക്ടറായാലും വേണ്ടിയില്ല. ഡോക്ടർ എന്നിട്ട് ഇങ്ങനെ പറയാലോ, ഡോക്ടർ വീട്ടിലില്ല, ഡോക്ടർ വീട്ടിലില്ല, ഡോക്ടർ വീട്ടിലില്ല, ഡോക്ടർ വീട്ടിലില്ല, ഡോക്ടർ വീട്ടിലില്ല എന്നിങ്ങനെ പറയാലോ. അത് ഒരു പെണ്ണുങ്ങൾ എപ്പം പറയും ഡോക്ടർ വീട്ടിലില്ല, ഡോക്ടർ വീട്ടിലില്ല. അന്നേരം ഞാൻ ചോദിച്ചു, പിന്നെ അന്നെങ്ങനെ എപ്പോഴും ഡോക്ടർ വീട്ടിലില്ല, ഡോക്ടർ വീട്ടിലില്ല എന്ന് പറയുന്നത്? അപ്പം അവരുടെ ഭർത്താവിനെ അവർ ഡോക്ടർ എന്നാണല്ലോ വിളിക്കൽ. അതേപോലെ ഞാനിനി മോളെ നിന്ന് മാറ്റിയിട്ട് എൻ്റെ മോൾ ഇവിടെ ഇല്ല എന്ന് പറയുന്നതിന് പകരം മോൾ ഇവിടെ ഇല്ല എന്നല്ല, ഇനി ഞാൻ പറയല് ഡോക്ടർ ഇവിടെ ഇല്ല. പിന്നെ ഏകദേശം ഒരു സെക്കൻഡ് ഇയർ 2ാം വർഷം തന്നെ ഞാൻ ബോർഡും വെക്കും. അതൊന്നും എനിക്കറിയണ്ട. പ്ലസ്സിന് എഴുതുന്നെങ്കിൽ മേടിച്ചോണ്ടെന്നോ, പൈസ മറ്റോ കൊടുത്ത് മേടിച്ചോ, കുറച്ച് കല്ലും മണ്ണെല്ലാം എടുത്ത് ടെസ്റ്റ് ചെയ്തോ. എനിക്കറിയില്ല. ഞാൻ പുറത്തിറങ്ങില്ല. എനിക്കിപ്പോൾ 4 ദിവസമായിട്ടില്ലേ പിന്നെ റോഡിലെ വണ്ടി പോകുമ്പോൾ പേടി.
കോളിംഗ് ബെല്ലടിക്കുമ്പോൾ പേടി, പാല് വാങ്ങാൻ പേടി, ഒരു ഇല അനങ്ങുമ്പോൾ എനിക്ക് പേടി. എല്ലാവരും A+ ഉണ്ടായിരിക്കുന്നുണ്ട്. 210 മണ്ട് പാസ്സുള്ളവരല്ലേ ഇന്നത്തെ HM. എത്രയോ സ്കൂളിലെ HM അന്നത്തെ 210 TTC ആണ്. കോളിംഗ് ബെല്ലിൻ്റെ ആ ബോക്സ് അയച്ചു വെച്ച് വാട്സപ്പ് ഓഫാക്കാം. എന്നാലും ആ ഇന്നലെ വന്നില്ലേ നുണച്ചി. തന്നെ ഞാൻ പുറത്തിറങ്ങാനി. പൊന്നുവിൻ്റെ കാര്യം ചോദിക്കാനൊന്നും എനിക്കറിയാം. കേട് നമ്മളേക്കൊരു പ്ലസ് കുറയുകയും ചെയ്തു. നാറ്റിക്കാൻ ചിരിക്കാൻ. ഒരു വാല്യുവേഷനും കൊടുക്കണ്ട, ഇല്ലതും കൊണ്ട് അവിടെ ഇരുന്ന് നീ ഡോക്ടറായാൽ മതി. അമ്മയൊക്കെ സൈഡൊന്നും പിടിക്കണ്ടേ. ഇനിയിങ്ങനെ എത്ര ഇന്ദിരമാര് വരും? എത്ര കുറച്ച് ദിവസം അവിടെ മോളെടുത്തോ മറ്റേ പോയി നിൽക്കാൻ തോന്നും. ലാത്ര ഒന്നും കഴിയുന്നില്ല. ഒരേ അടി. കോളിംഗ് ബെല്ലടിക്കുന്നതിനല്ല ഒരു മര്യാദ ഉണ്ടോ? ഒരു അടി അടിക്കാം, വന്നിട്ടെങ്കിൽ ജസ്റ്റ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി അടിക്കാം. ഞാനിനി എവിടെയും പോകില്ല. ഞാൻ ഉച്ചക്ക് പാല് വാങ്ങാൻ പോകില്ല, പീടിയെ പോകില്ല, പുറത്തിറങ്ങില്ല. നോക്കാല്ല നോണ എത്രത്തോളം എത്തുന്നത്. മുറ്റെല്ലാം രാത്രി അടിച്ചു വെക്കണിനി. എന്നാലും ഒരു A+ കുറഞ്ഞു പോയില്ലേ പൊന്നു. ഞാൻ എങ്ങനെ ഇനി പുറത്തിറങ്ങല്? ഞാൻ എങ്ങനെ ആളെ മുഖത്ത് നോക്കല്? ചിലപ്പോൾ നീയായിരിക്കും ഭാവിയിൽ ഭയങ്കര ആവല്ല. അത് ഭാവിയിലല്ലേ. നോ എക്സ്പ്ലനേഷൻ. നിൻ്റെതൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ ഒരു കൊല്ലായി ഉറങ്ങാത്ത. ഫുൾ A+. എൻ്റെ മോള് ഡോക്ടർ, എൻ്റെ മോള് ഡോക്ടർ, എൻ്റെ മോള് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങാണ്ട് 1 വർഷം. കോളിംഗ് ബെല്ല് അടിച്ചു വെക്കാൻ ആർത്ത അയാളോട് പറയണം അയച്ചു വെക്കാൻ. ഇനി അടിക്കണ്ട ആരും വന്നിട്ട്. നിങ്ങൾ ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. ഞാൻ ഇനി എവിടെ പുറത്തിറങ്ങൂല. ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ പുറത്തിറങ്ങൂല. കേൾക്കണ്ട. ഞാനിപ്പോൾ ഗേറ്റിലും റോഡിലും നോക്കി എനിക്ക് മതിയായി. ഞാൻ പുറത്തിറങ്ങലില്ല പേടിച്ചിട്ട്. നാണക്കേടുണ്ട്. എന്നാലും ഈ ഒരു പ്ലസിന് ഇത്ര വിലയുണ്ടാ? ഇന്നലെ പിന്നെയും വന്നോന്നറിയില്ല. ഞാൻ പോന്നേ. ആ കുറ്റിയിട്.